അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് ദി ലേണർ എന്നുള്ളതാണ്. അപ്പോൾ ലേണർ എന്ന് പറഞ്ഞാൽ പഠിതാവ് എന്നാണ് അതിൻ്റെ ഒരു മലയാളം മീനിങ്, പഠിതാവ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഞാൻ അതിൻ്റെ ടേംസ് പരിചയപ്പെടുത്തിയതാണ്. അണ്ടർസ്റ്റാൻഡിങ് ദി ലേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന പഠിതാവിനെ മനസ്സിലാക്കുക. അത് വെറുതെ ഒരു മനസ്സിലാക്കലല്ല, എങ്ങനെ ഇൻ്റലക്ച്വലി ബൗദ്ധികമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, ആൻഡ് എൻവയോൺമെൻ്റലി അവരുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉള്ള ഒരു പഠന ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ലേണേഴ്സ്, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു പഠിതാവിന് എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ലേണേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള ലേണേഴ്സ് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്, ഇതേ മലയാളം നമുക്ക് അകത്ത് സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് സ്റ്റൈൽസ്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല പഠിക്കുന്നത്, അതിൻ്റെ വ്യത്യസ്ത ശൈലികൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ വളരെ പരമപ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇൻക്ലൂസിവിറ്റി ആൻഡ് എക്ലറ്റിക് സ്ട്രാറ്റജീസ് എന്ന് പറയും. അത് ഞാൻ ആ സമയമാകുമ്പോൾ വിശദമായി പറഞ്ഞു തരാം. ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, പഠന വൈകല്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള പഠന വൈകല്യങ്ങൾ കുട്ടികൾക്ക് സംഭവിക്കാം. ദെൻ കറണ്ട് ജനറേഷൻ, നമ്മുടെ കറണ്ട് ജനറേഷനിലെ കുട്ടികളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അവരുടെ നേച്ചർ എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഉള്ളടക്കമായി വരുന്ന ഒരു മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു മിനി സിലബസ് ആണ് നമ്മൾ വിത്തിൻ 1.5 അവറിനുള്ളിൽ കവർ ചെയ്യുന്നത്. പറയുവാൻ എനിക്കും കേൾക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ, ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ കൂടുതൽ പറയേണ്ടതില്ല. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഈ അധ്യാപകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ക്ലാസ്സിൽ കൊടുക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അധ്യാപക വിദ്യാർത്ഥി പ്രവർത്തനം, അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ് മുറിയിൽ നടത്തുന്ന പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ എഫക്റ്റീവ് ആണ് എങ്കിൽ 100% ഔട്ട്കം ഉണ്ടാവും. ഔട്ട്കം മീൻസ് നമ്മളൊരു വിഷയം പഠിപ്പിക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടണം എന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഒരു അധ്യാപകൻ പൂർണ്ണമായും ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ അധ്യാപകന് പൂർണ്ണമായും 100% ഔട്ട്കം ആ അധ്യാപകന് കിട്ടുന്നു. അതുപോലെ ഈ 3 കാര്യങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുമായും പൂർണ്ണമായി ബന്ധമുണ്ട്, അധ്യാപകനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്കും ഏത് രീതിയിലുള്ള പഠന റിസൾട്ടാണോ വേണ്ടത് അതുമായിട്ട് ബന്ധമുണ്ട്. ഇത് പരസ്പരം 3ഉം കണക്റ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഇനി ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തൊക്കെ അറിയണം? നമ്മളെല്ലാവരും അധ്യാപകരാണ്. ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ അധ്യാപനം തുടങ്ങിയ ഒരുപാട് വലിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പല രീതിയിൽ കപ്പാസിറ്റികളും കഴിവുകളും എബിലിറ്റികളുമുള്ള അധ്യാപകരാണ്. എങ്കിൽ കൂടി സാധാരണഗതിയിൽ ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണ് ഇതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് കണ്ടന്റ് നോളജ്. കൃത്യമായി പറഞ്ഞാൽ അറിവ് വേണം, ഇൽമ് വേണം, അല്ലേ? നമ്മൾ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അറിവ് നിർബന്ധമായിട്ടും ഒരു അധ്യാപകന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഒരുപാട് വിശാലമായ തലത്തിലല്ല എങ്കിലും വളരെ ചെറുതായി അടിസ്ഥാനപരമായിട്ടെങ്കിലും കുട്ടികളുടെ മനഃശാസ്ത്രപരമായ സമീപനം നമ്മൾ അറിയണം. എന്തുകൊണ്ടെന്നാൽ കുട്ടികളുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ഉണ്ട്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലേണർ എന്ന് പറഞ്ഞിട്ട് പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധനായ സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷയുടെ ഒരു തിയറി തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇയർ വൈസിൽ ഓരോ പ്രായത്തിലും ഓരോ ഇയറിലും കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, മനഃശാസ്ത്രപരമായ വളർച്ചയും പുരോഗതിയും മെൻഷൻ ചെയ്തു പോകുന്ന തിയറി പോലുമുണ്ട്. അപ്പം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ അറിയുക. ദെൻ മൂന്നാമത്തത് എഡ്യൂക്കേഷണൽ ഫിലോസഫി.
ഈ വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ ഒരു തത്വചിന്തയുണ്ട്. ഫിലോസഫി എന്ന് പറയുമ്പോൾ തത്വശാസ്ത്രമാണ്, നമ്മുടെ അരിസ്റ്റോട്ടിലിന്റെ മൈൻഡിലേക്കൊന്നും പോകണ്ട. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിലോസഫി, എൻ്റെ പെർസ്പെക്റ്റീവ്സ് ഓഫ് തിങ്കിങ് ആണ്, എൻ്റെ ചിന്തയാണ് എൻ്റെ ഫിലോസഫി. ഷാനവാസ് മന്നാലിയുടെ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. ഇതാണ് ഫിലോസഫി. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടേതായ ചിന്തയും കാഴ്ചപ്പാടും ഉണ്ടാകും. അതിനെ മനസ്സിലാക്കുക, അതാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. നമ്മൾ മാറിയ കാലഘട്ടത്തിൽ അധ്യാപകൻ മാറേണ്ടിയിരിക്കുന്നു. അതിൽ വളരെ പരമപ്രധാനമാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി ഇൻടു അവർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടെക്നോളജിയെ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ അത് എങ്ങനെ നമുക്ക് ചെയ്യാം. ഇതൊരു പവർ പോയിന്റാണ് ഞാൻ ചെയ്തത്. ഇത് നമ്മൾ ഓരോ അധ്യാപകരും ചെയ്യേണ്ടതാണ്. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അധ്യാപകൻ അറിയണം, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയണം, കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ അറിയണം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. ഇങ്ങനെ ഒട്ടനവധി ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ICT അധ്യാപകർ ഉറപ്പായും അറിയണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് പെഡഗോജി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് പെഡഗോജി. പെഡഗോജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ടീച്ചിങ് എന്നാണ് പെഡഗോജിയുടെ മീനിങ്. സയൻസ് ഓഫ് ടീച്ചിങ്. അധ്യാപനത്തിന് അതിൻ്റെതായ ഒരു ശാസ്ത്രമുണ്ട്. നമുക്ക് എങ്ങനെയും പഠിപ്പിക്കാം, പക്ഷേ അതൊരു സിസ്റ്റമാറ്റിക് ആവണമാകണമെങ്കിൽ 100% ഔട്ട്കം കിട്ടണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ തലങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായി നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയ ഒരു ആക്ടിവിറ്റിയായി മാറുന്നത്. അപ്പോൾ പെഡഗോജി ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ പെഡഗോജി സയൻസ് ഓഫ് ടീച്ചിങ് നമ്മൾ അറിയണം. ഇനി ഇത്രയും ഉള്ള ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അതൊരു എഫക്റ്റീവായ ടീച്ചിങ് ആയി മാറും. ഇത്രയും കണ്ടന്റ്, ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടെങ്കിലും അറിയുന്ന ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ എഫക്റ്റീവ് ടീച്ചിങ് ആകും. ആ എഫക്റ്റീവ് ടീച്ചിങ്ങിൽ നിന്നും 100% ഔട്ട്കം നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ബേസായിട്ട് നമ്മൾ അറിയേണ്ടത്. ഞാനിത് ചുരുങ്ങിയ സമയത്തിനുള്ള പറഞ്ഞു പോയെങ്കിലും വളരെ വിശാലമായ ഏരിയയാണ് ഈ പറയപ്പെടില്ല. വളരെ വിശാലമെന്ന് പറഞ്ഞാൽ ഡിഗ്രി, PG പോലെയുള്ള വലിയ വലിയ കോഴ്സുകളിലൊക്കെയും വിശദമായി ഇതിനെ പരാമർശിക്കുന്നുണ്ട്. ദെൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിന് ആകെ തുകയെന്ന് പറയുമ്പോൾ ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ രീതികളെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നോളജ്, ലേണിംഗ് എക്സ്പീരിയൻസ്, സ്കിൽസ്, എബിലിറ്റി, ഗ്രോത്ത്, ട്രെയിനിങ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അധ്യാപകനാകും. ഇനി സാധാരണഗതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ രീതി എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിലുള്ള പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്കറിയാമല്ലോ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണ്, കോളേജിൽ പഠിക്കുന്നവരാണ്, സ്കൂളിൻ്റെ വിവിധ സെക്ഷനുകൾ, വിവിധ ലെവൽസ് ഓഫ് സ്കൂളിങ്ങിലുള്ളവരാണ്. അപ്പോൾ സാധാരണ അതിൽ നമ്മളെപ്പോഴും സ്കൂൾ എന്നൊരു ആസ്പെക്ട് എടുക്കേണ്ട, നമ്മുടെ മദ്രസ തലത്തിലേക്ക് അധ്യാപകൻ എന്ന് പറയുമ്പോൾ മുഅല്ലിം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ സാധാരണ ഒരു ജനറൽ എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പിന്തുടർന്ന് വരുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തതൊരു കരിക്കുലം ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കരിക്കുലം? പാഠ്യപദ്ധതി അല്ലെ? പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന നേഷന് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അത് 1 വർഷത്തേക്കുള്ളതായിരിക്കില്ല, 2 വർഷത്തേക്കുള്ളതായിരിക്കില്ല, ഒരു ദീർഘകാലത്തേക്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ വലിയ ഒരു പ്ലാനിങ്. അതാണ് ഒറ്റ വാക്കിൽ നമുക്കതിനെ കരിക്കുലം എന്ന് പറയാം. സ്റ്റേറ്റിന് ചിലപ്പോൾ വേറെ കരിക്കുലം ഫ്രെയിംവർക്കുകൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേട്ടിട്ടുണ്ടോ? പുതിയ പാഠ്യപദ്ധതി രൂപീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പല സ്റ്റേറ്റുകളിൽ നടന്നു കഴിഞ്ഞു. വളരെ തുച്ഛമായ സ്റ്റേറ്റുകളിൽ മാത്രം ഇതുവരെയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ NEP എന്ന് പറയുന്നത് അതൊരു പാഠ്യപദ്ധതിയാണ്. അതിൻ്റെ കരിക്കുലം ഫ്രെയിംവർക്ക് നമ്മുടെ ഗവൺമെൻറ് നടത്തിയിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് സ്കൂളിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് വലിയ ഒരു കാലയളവിലേക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് കരിക്കുലത്തിനകത്ത് വരുന്നത്. ഈ കരിക്കുലത്തിൻ്റെ ബേസിൽ പിന്നെ ഇത് സിലബസായി മാറും. ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും എന്ത് പഠിപ്പിക്കണം എന്ന ഒരു ആസ്പെക്റ്റിലേക്ക് അത് സിലബസായി മാറും. ഈ സിലബസ് പിന്നീട് മാറുന്നത് ഇയർ പ്ലാനായിട്ട് മാറും. ഓരോ വർഷവും എങ്ങനെ എന്ന ഇയർ പ്ലാനിലേക്ക് വരും. ആ ഇയർ പ്ലാനിൽ നിന്നും അത് യൂണിറ്റ് പ്ലാനായി മാറും. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി കഴിഞ്ഞാൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് ഇതെത്തും. ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെയാണ് ഒരു ടീച്ചറിൻ്റെ പ്രാധാന്യം ലെസൺ പ്ലാൻ ഓർ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളുടെ ഇടപെടൽ വേണ്ടത്. ലെസൺ പ്ലാൻ, ആ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്.
ഒരു ക്ലാസ്സിൽ ഇന്ന് എന്താണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അതാണ് ലെസൺ പ്ലാൻ. അതിനെ നിലവിൽ ഇപ്പം പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് മാനുവൽ. വെറുതെ ക്ലാസ്സിലേക്ക് ചെന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം അല്ല, നേരെ മറിച്ച് അധ്യാപകൻ പ്രീ പ്ലാൻ ചെയ്യുകയാണ്. എന്ത് പഠിപ്പിക്കണം, എന്ത് പറയണം, എന്ത് ചോദ്യം ചോദിക്കണം, എന്ത് ഫോളോ അപ്പ് ആക്ടിവിറ്റി ക്ലാസ്സിൽ കൊടുക്കണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് എൻ്റെ ഇന്നത്തെ അധ്യാപനത്തിൽ ഞാൻ കൊണ്ടുവരണം തുടങ്ങി ഈച്ച് ആൻഡ് എവരിത്തിങ് വിത്ത് റിലേറ്റഡ് ടു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും അടങ്ങുന്നതാണ് ഈ ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇത്രയും കടമ്പകൾ കടന്നാണ് നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാൻ വേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ലെസൺ പ്ലാനെ പറ്റി പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഈ ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു സ്ട്രക്ചറുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതൊരു ക്ലാസ് റൂമാണ്. പുറകിലിരിക്കുന്ന ഉസ്താദന്മാർക്കൊക്കെ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ക്ലാസ് റൂമാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു ടീച്ചറും കുറച്ച് കുട്ടികളും ഇരിക്കുന്നുണ്ട്. ഒരു ലെസൺ പ്ലാൻ എങ്ങനെ എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഇൻട്രോ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അധ്യാപികയുമുണ്ട്, കുറച്ച് കുട്ടികളുമുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അധ്യാപിക നിൽക്കുന്നതിന് മുന്നിൽ ഞാനൊരു വര വരച്ചു. ലെസൺ പ്ലാന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. ടീച്ചർ നിൽക്കുന്നതിന് മുന്നിൽ ഞാനൊരു വര വരച്ചു കഴിഞ്ഞു. അതേ ഇമേജിനെ ഇവിടെ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ നിൽക്കുന്ന ഈ രണ്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നിങ്ങളും ഇപ്പുറത്ത് ഞാനും. നിങ്ങൾ വലിയ വലിയ ആലിമ്യങ്ങളാണെന്ന് എനിക്കറിയാം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, നിങ്ങൾ വിദ്യാർത്ഥികളും ഞാൻ അധ്യാപകൻ. ഓക്കെ, ഈ ലൈനിൻ്റെ അപ്പുറത്തിരിക്കുന്നവർ എൻ്റെ ലേണേഴ്സാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് ടീച്ചറാണ്. ഇതാണ് ഒരു ലെസൺ പ്ലാന്റെ ഏറ്റവും ബേസിക് ആയ കൺസെപ്റ്റ്. ഈ ലെസൺ പ്ലാൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന് പ്രധാനമായും രണ്ട് ഭാഗമുണ്ട്. ടീച്ചറിൻ്റെ ഈ ഒരു സെക്ഷനും അതിനുശേഷം വരുന്ന സ്റ്റുഡൻസിൻ്റെ അപ്പുറത്തെ സെക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ടീച്ചറിൻ്റെ ഇപ്പുറത്തെ സെക്ഷനും അപ്പുറത്തുള്ള നിങ്ങളുടെ സെക്ഷനും. ഇതിൽ ഈ ടീച്ചർ ഇവിടെ നിൽക്കുന്ന ഞാൻ കുറേ കാര്യങ്ങൾ അറിയണം. ഇവിടെ നിൽക്കുന്ന ഒരു അധ്യാപകനായ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ അറിയണം. അതിൽപ്പെട്ട ഒന്നാണ് മദ്രസയുടെ പേര്. ശ്രദ്ധിക്കുക, മദ്രസയുടെ പേരറിയണം. ദെൻ ഏത് ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് ഏത് ഡിവിഷനാണ്, ദെൻ തീയതി, അതുപോലെ ദിവസം, എത്ര കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട്, അതുപോലെ സമയം, എത്ര സമയമാണ് എനിക്ക് കിട്ടുന്ന പീരീഡ്, ദെൻ ഏത് വിഷയമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, ആ വിഷയത്തിൽ തന്നെ ഏത് ഭാഗമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അതുപോലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം, പഠിപ്പിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്, ടീച്ചിങ് എയ്ഡുകൾ എന്തെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ വരയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ഞാൻ നിർബന്ധമായും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇനി വിദ്യാർത്ഥിയുടെ സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആരാണ് പഠിതാവ്. അത് ഞാൻ അറിയണം. അപ്പം നിങ്ങളെല്ലാവരും പള്ളിയിലെ ഖത്തീബുമാരാണ് അല്ലേ? നിങ്ങൾ ജുമുഅക്ക് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മഅ്മൂമിങ്ങളെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ നിങ്ങൾ ജുമുഅ പ്രഭാഷണം നടത്തും. മലയാളികളാണ് എല്ലാവരും ഇരിക്കുന്നത്. അവർക്ക് ആർക്കും മറ്റൊരു ഭാഷ അറിയില്ല എങ്കിൽ മലയാളം അല്ലാത്ത വേറൊരു ഭാഷയിൽ നിങ്ങൾ പ്രസംഗിക്കാൻ തയ്യാറാവോ? ഒരിക്കലുമില്ല. അതുമാത്രമല്ല, അവരുടെ എല്ലാ നിലകളിൽ നിന്നുകൊണ്ട് അവരുടെ പൂർണ്ണമായ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ആ വിഷയം തിരഞ്ഞെടുക്കുന്നത് തന്നെ. ക്ലാസ് റൂമിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലാസ് റൂമിലും അങ്ങനെ തന്നെയാണ്. അധ്യാപകനായ ഞാൻ അല്ലെങ്കിൽ അധ്യാപകനായ നമ്മൾ ഓരോരുത്തരും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ വിദ്യാർത്ഥികൾ ആരാണ്, എങ്ങനെയുള്ളവരാണ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നതിനെ പറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആരാണ് ഒരു പഠിതാവെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്കറിയാം, പഠന പ്രക്രിയയിൽ സജീവമായി പങ്കാളിയാകുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ലേണർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന്, വിദ്യാർത്ഥി എന്നൊക്കെ നമ്മൾ പറയുന്നത്. പഠന പ്രക്രിയയിൽ പൂർണ്ണമായി പങ്കാളിയാകുന്നവർ, അവരെ അറിവുകൾ അല്ലെങ്കിൽ കഴിവുകൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ, സമീപനങ്ങൾ തുടങ്ങിയവ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് വരുന്നതാണ്. പുതിയ നോളജ്, പുതിയ അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നോളജ് അക്വിസിഷൻ അങ്ങനെ തന്നെ പറയാം, വിവരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നവരാണ് അവർ. ഇനി അവരുടെ കുറച്ച് നോർമലായ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമത്തത് വികാരപരമായ
കുറേ ഘടകങ്ങൾ. അതായത് നമ്മുടെ കുട്ടികൾക്ക് കുറേ ഇമോഷൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കുറേ ഇമോഷൻസ് ഉണ്ട്. ദേഷ്യം, വിഷമം, ഭയം, സമ്മർദ്ദം, ഇങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കുണ്ട്. അതുപോലെ അവർക്ക് എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരാണ്, സജീവ പങ്കാളിത്തം ഉള്ളവരാണ് അവർ. പിന്നെ വരുന്നത് കൗതുക ഭാവം. അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്യൂരിയസ് ആയിരിക്കും. ദെൻ സാമൂഹിക സ്വഭാവം. അവരൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ സോഷ്യലി അവർ കണക്റ്റഡ് ആയിരിക്കും. ദെൻ വരുന്നത് എക്സ്പീരിയൻസ്ഡ് ലേണിംഗ്. അവർ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് കൂടുതൽ എളുപ്പം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവത്തിലൂടെയൊക്കെ പഠിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് പ്രചോദനത്തിൻ്റെ ആവശ്യം. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും മോട്ടീവുകൾ കൊടുക്കണം. റിവാർഡ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റൻസിലൂടെയുള്ള മോട്ടിവേഷൻ പോലെ അച്ചീവ്മെൻറ്റുകൾ കൊടുക്കുക, ഗിഫ്റ്റുകൾ കൊടുക്കുക, റിവാർഡുകൾ കൊടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള മോട്ടിവേഷൻ അവർക്ക് ആവശ്യമായി വരും. പിന്നീട് വരുന്നത് സംസ്കാരപരമായ പശ്ചാത്തലം. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന 20 കുട്ടികൾ വരുന്നത് 20 തരത്തിലുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. 20 തരത്തിലുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും അവർ വരുന്നത്. ഇതൊക്കെ അവരുടെ പഠനത്തിൽ പ്രതിഫലിക്കും. നമുക്കത് പറയാൻ വരുന്നുണ്ട്. ദെൻ വികസന ഘട്ടങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വ്യത്യസ്ത കുട്ടികൾ വ്യത്യസ്ത തരത്തിലുള്ള വികസന ഘട്ടത്തിലുള്ളവരായിരിക്കും. 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ മാനസികാവസ്ഥ ആയിരിക്കില്ല 10ാം ക്ലാസ്സിലെ കുട്ടിയുടേത്. 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ മാനസിക അവസ്ഥ ആയിരിക്കില്ല UKGയിൽ അക്ഷരം പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾ. ഇതൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. നമ്മൾ പറയുന്നത് ഒരുപക്ഷെ അതുപോലെ എപ്പോഴും അങ്ങ് കേൾക്കണമെന്നില്ല. അതുപോലെയാണ് വ്യക്തിത്വ വ്യത്യാസങ്ങൾ. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സാധാരണഗതിയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്. നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെയാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്? എല്ലാ കുട്ടികളെയും ഒരുപോലെയാണോ പഠിപ്പിക്കുക? അതായത് ഒരു പക്ഷപാത വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളോടും ഒരുപോലെയുള്ള സമീപനമാണോ വേണ്ടത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീരെ പഠിക്കാതൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അപ്പം അതായത് എന്താ, അങ്ങനെ ഒരുപോലെ അല്ല എന്നുള്ളതാണ് അല്ലേ? അത് നമുക്ക് കൂടുതൽ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തിൽ 3 കുട്ടികളുണ്ട്, ABC. 3 കുട്ടികളുണ്ട്. അതിൻ്റെ മുകളിൽ അവർക്കുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, താഴെ വേറൊരു സാധനവുമുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ആദ്യമുള്ളത് പാഠഭാഗമാണ് എന്ന് സങ്കല്പിക്കുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് പാഠഭാഗമാണ്. ഈ നിൽക്കുന്ന 3 കുട്ടികളെന്ന് പറയുന്നത് വ്യത്യസ്ത തലത്തിലുള്ള കുട്ടികളാണ്. പിന്നെ നമ്മൾ ഏറ്റവും താഴെ കാണുന്നത് ഒരുപോലെയുള്ള അധ്യാപനത്തിന്റെ സമീപനമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപോലെയുള്ള സമീപനം കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇവിടെ കൈയെത്തുന്നുണ്ടോ? കൈയെത്തുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരുപോലെയാണ് എല്ലാ കുട്ടികളെയും ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഉള്ളൊരു വിഷയമാണ്. ഇനി അങ്ങനെ അല്ല എങ്കിൽ, ഒരുപോലെ അല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതേ ചിത്രം തന്നെയാണ്. 3 കുട്ടികളുണ്ട്, A, B and C. ഈ 3 കുട്ടികളുണ്ട്. പാഠഭാഗം പഴയ പാഠഭാഗം തന്നെയാണ്. പിന്നീട് വരുന്നത് എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളാണ്. അത് കഴിഞ്ഞ് വരുന്നത് വ്യത്യസ്തമായ അധ്യാപന സമീപനം. അപ്പോൾ വ്യത്യസ്തമായ അധ്യാപന സമീപനം കൊടുത്തപ്പോൾ ഇവിടെ നേരത്തെ കൊടുത്ത അതേ ചിത്രം തന്നെയാണ്, പാഠഭാഗം തന്നെയാണ്, കുട്ടികളും തന്നെയാണ്. ഇവിടെ ആകെ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമായ സമീപനമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ് എന്താണോ, അവരുടെ നീഡ് എന്താണോ, അതിനെ അഡ്രസ് ചെയ്തിട്ട് അതിനെ കാറ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കൃത്യമായ ഒരു ഔട്ട്കം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ വ്യത്യസ്ത തലത്തിലുള്ള ചിന്തകളെയും സമീപനങ്ങളെയും മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലേണിംഗ് ഡിഫറൻസസ്, പഠന വ്യത്യാസങ്ങൾ. പഠിതാക്കളിലെ ഈ വ്യത്യാസം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പഠിതാക്കളിലുള്ള ഈ വ്യത്യാസം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏതൊക്കെ വിഭാഗങ്ങൾ, വ്യത്യസ്ത തലത്തിലുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ വ്യത്യസ്ത പഠന ശൈലികൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കിയാലാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ലേണേഴ്സ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കൂടുതൽ ടൈമും അതൊരു ഹെട്രോജീനിയസ് ഗ്രൂപ്പായിരിക്കും. വ്യത്യസ്ത
വ്യത്യസ്തമായ ശൈലികളുള്ള ഗ്രൂപ്പായിരിക്കും നമ്മുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യത്യസ്ത കളറുകളാണ്. ഇറ്റ് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ലേണേഴ്സാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ലേണേഴ്സിനെ നമ്മൾ ബി എന്ന് പറയുന്ന, അതായത് കുട്ടികളെ അവരുടെ എബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തെല്ലാം കഴിവുണ്ട് എന്ന് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻ്റലാക്ച്വൽ എബിലിറ്റി. ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതിലൊന്നാമത്തേതാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയും, പ്രതിഭാശാലിയായ വിദ്യാർത്ഥി, അല്ലെങ്കിൽ സുപ്പീരിയർ ചിൽഡ്രൻ എന്ന് നമുക്ക് പറയാം. നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികൾ അല്ലെങ്കിൽ 30 കുട്ടികളുണ്ടെന്ന് കരുതുക. ഈ 30 കുട്ടികളിൽ ഏതെങ്കിലുമൊക്കെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിരിക്കാം, സുപ്പീരിയർ ചിൽഡ്രൻ ആയിരിക്കാം. അപ്പോൾ അവരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപരമായ വളർച്ചയിലും വികാസത്തിലും ശരാശരിയേക്കാൾ വളരെ ഉയർന്ന നിലയിൽ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് നോക്കുക, വളർച്ചയിലും വികാസത്തിലും വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ സുപ്പീരിയർ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതിന് IQ ടെസ്റ്റുകൾ സാധാരണ കണ്ടക്ട് ചെയ്യാം. നമ്മളെല്ലാവരും IQ ടെസ്റ്റുകളെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്, സൈക്കോളജിക്കലി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ പ്രതിഭാശാലികൾ എന്ന് പറയുന്നത് IQ ലെവൽ 140 മുകളിൽ വരുന്നവർ, അവരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയി രേഖപ്പെടുത്തുന്നത്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആകണമെങ്കിൽ IQ ലെവൽ 140 മുകളിൽ പോകണം. ഇനി ഇവരുടെ പ്രത്യേകതകൾ, ബാക്കിയുള്ള ലെവൽസ് നമ്മൾ നോക്കേണ്ട, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ മാത്രം നോക്കിയാൽ മതി. ഇവരുടെ പ്രത്യേകതകൾ, ഒന്നാമത്തത് ഉയർന്ന ബുദ്ധിശക്തി, ഹൈലി ഇൻ്റലിജൻ്റ് ആണ് ഈ കുട്ടികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ IQ 140 എബോയാണ്. അതുപോലെ ആശയങ്ങൾ വളരെ വേഗത്തിൽ അവർ മനസ്സിലാക്കും. നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റ്, ലുഗത്താകട്ടെ, നഹവാകട്ടെ, സർഫാകട്ടെ, ഫിഖ്ഹാകട്ടെ, അഖീദ, എന്തും എനി കൈൻഡ് ഓഫ് സബ്ജക്റ്റ് അവർ വളരെ ഈസി ആയിട്ട് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കും. പിന്നെ സങ്കീർണമായ വസ്തുതകളുടെ ബന്ധങ്ങൾ, നമുക്കറിയാലോ നമ്മുടെ പല വിഷയങ്ങളും. ഇപ്പോൾ ഉദാഹരണം ഫിഖ്ഹിലേക്ക് വരുമ്പോൾ ഈസിയായ ഏരിയകളുമുണ്ട്, വളരെ കടുകട്ടിയുള്ള ഏരിയകളുമുണ്ട്. അതുപോലെ ലുഗത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രയാസമുള്ളതുകൊണ്ട് സിമ്പിളായി പോകുന്നതുകൊണ്ട്. ഇനി സിമ്പിളായാലും വളരെ ഡിഫിക്കൽട്ടായാലും ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കി എടുക്കും. ഇനി അതുപോലെ വളരെ സ്പീഡിലാണ് ഇവരുടെ പഠനം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് സമയത്തിൽ കൂടുതൽ അവർ പഠിക്കും, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആശയങ്ങൾ അവർ പഠിച്ചെടുക്കുന്നു. ആവർത്തിച്ചുള്ള അധ്യാപനത്തിൽ വിരസത തോന്നുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാലോ നമ്മുടെ ചില ക്ലാസ്സിൽ ചില കുട്ടികൾ നമ്മളെന്തെങ്കിലും പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവൻ ഒന്നുകിൽ ബാക്കിയുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ ഇവൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് മെത്തേഡ്സുകളാണ്. അപ്പോൾ ആവർത്തിച്ചുള്ള അധ്യാപനത്തിൽ വിരസത തോന്നും. ഓക്കെ, പിന്നീടുള്ളത് ഇൻറ്റൻസീവ് ക്യൂരിയോസിറ്റിയാണ്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ ക്യൂരിയോസിറ്റി ഈസ് ഇൻറ്റൻസീവ്, വളരെ ഇൻറ്റൻസീവായ അതിതീവ്രമായ കൗതുകമായിരിക്കും ഉള്ളത്. അതിൽ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ നമ്മളൊരു വിഷയം പറഞ്ഞു നിർത്തി അതിനപ്പുറത്തേക്ക് ഇവൻ എന്ത് ചെയ്യും, ഇവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു വിഷയം, ഇപ്പോൾ അത് 5ാം ക്ലാസ്സിലെ വിഷയമാണെങ്കിൽ അത് 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴുള്ള ഒരു കണ്ടന്റ് എന്താണോ അത് ചിലപ്പോൾ ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് ചോദിച്ചാലായി. അത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ പ്രത്യേകതയാണ്. പിന്നീട് ഡിഫറെൻറ്റ് തിങ്കിങ് എബിലിറ്റിയാണ്. അവരുടെ ചിന്തകൾ ബാക്കിയുള്ള കുട്ടികളെ പോലെ ആയിരിക്കില്ല, തികച്ചും വ്യത്യസ്തമായിരിക്കും അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത്. ദെൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി വിൽ ബി ഹൈ. അവരുടെ ക്രിയേറ്റിവിറ്റി വളരെ ഉന്നത നിലയിലുള്ളതായിരിക്കും. അവരുടെ ഇമാജിനേഷൻ കപ്പാസിറ്റി, അവർ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിച്ചെടുക്കുന്നത്, ഇതൊക്കെ വളരെ ഹൈ ലെവൽ തിങ്കിങ് ആയിരിക്കും. അതുപോലെ ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ, അവർക്ക് കൃത്യമായി പഠനത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു തലത്തിലേക്ക് അവരെത്തും. ദെൻ എക്സലൻറ്റ് മെമ്മറി, കൃത്യമായ മെമ്മറി ഫോളോ ചെയ്യുന്നവരാണ്. കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി എന്ത് ചോദിച്ചാലും അതുമായി കണക്ട് ചെയ്ത് കുട്ടികൾ സംസാരിക്കുന്നു. ഇങ്ങനെ എക്സലൻറ്റ് മെമ്മറി പവറുള്ള കുട്ടികളായിരിക്കും. പിന്നീട് പാഷൻ ഫോർ ലേണിംഗ്, പഠിക്കുന്നതിനോട് അതിയായ ഒരു താല്പര്യം ഈ കുട്ടികൾക്ക് തോന്നും. ദെൻ സെൻസിറ്റിവിറ്റി, വളരെ സെൻസിറ്റീവ്
ആക്റ്റീവായി നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ ദ്രുതഗതിയിൽ ഈ കുട്ടികൾ അതിനെ സെൻസ് ചെയ്യും. ഇതും അവരുടെ പ്രത്യേകതയാണ്. അതുപോലെ ഉയർന്ന ഭാഷാ പ്രാവീണ്യം, സ്വയം വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, ദെൻ മറ്റു കുട്ടികൾക്കറിയാത്ത പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ഈ കുട്ടികൾക്ക് നേടിയെടുക്കാം. അതുപോലെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള അതിയായ താല്പര്യം. ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഗിഫ്റ്റഡ് ചിൽഡ്രനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിൽ വളരെ പ്രധാനപ്പെട്ടത് ക്ലാസ് റൂമിനകത്തും പുറത്തും ഇവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ ക്ലാസ് റൂമിനകത്തും ക്ലാസ് റൂമിന് പുറത്തും അവരെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ദെൻ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്താണെന്ന് എനിക്ക് പറയാം. പരീക്ഷയുടെ മാർക്കുകൾ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. പോർട്ട്ഫോളിയോ അസസ്മെൻറ്റും ക്യുമുലേറ്റീവ് റെക്കോർഡ്സും എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ എല്ലാ അക്കാദമിക് ആക്ടിവിറ്റീസ് നമ്മൾ സേവ് ചെയ്യുന്ന ഒരു ഡേറ്റയാണത്. കുട്ടികളുടെ എല്ലാ അക്കാദമിക് ആക്ടിവിറ്റീസും, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, അവരുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റുകൾ, അവർക്ക് കിട്ടിയ സ്കോറിൻ്റെ ഒരു ലെവല്, ഇതെല്ലാം നമ്മൾ കൃത്യമായി, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് ആൻഡ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. പിന്നെ വരുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, പ്രോജക്റ്റ് വർക്കുകൾ. ഇതിലൂടെയൊക്കെ നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രനെ മനസ്സിലാക്കിയെടുക്കാം. ഇനി ഇവർക്ക് ഇത്രയും പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇവർക്ക് ഇവരുടേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രോബ്ലംസ് ഓഫ് ഗിഫ്റ്റഡ് ലേണേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അവർക്ക് ബോറടിക്കാൻ തുടങ്ങും ക്ലാസ്. എന്തുകൊണ്ടാണ് ബോറടിക്കാൻ തുടങ്ങുന്നത്? നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് വളരെ പെട്ടെന്ന് അവർ മനസ്സിലാക്കും. വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് അറിയാം, പിന്നെ അവർക്ക് ക്ലാസ് ബോറായിട്ട് തോന്നും. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ടു സ്ലോ സ്പീഡ്, എഴുതാനായാലും പഠിക്കാനായാലും അവർക്ക് അവരുടേതായ ഒരു ഹൈ ലെവൽ സ്പീഡുണ്ട്. ആ സ്പീഡിൽ തന്നെ അവർ പോകും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അതർ ആക്ടിവിറ്റീസിലേക്ക് ഈ കുട്ടികൾ പോകാൻ തുടങ്ങും. അത് അവരുടെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തേത് അണ്ടർ അച്ചീവ്മെൻറ്റ്, പ്രതീക്ഷകൾ താഴെയുള്ള പ്രകടനം. ചില കുട്ടികൾ ഗിഫ്റ്റഡ് ലേണേഴ്സ് ആണ്, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവർ പിന്നിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, സാധാരണ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ പഠിച്ചുകൊള്ളും എന്നൊരു ചിന്തയിലിരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും താഴേക്ക് വരാൻ തുടങ്ങും. അവർക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാതെ പോകും. ഇത് അവരുടെ ഒരു പ്രശ്നമാണ്. മൂന്നാമത്തേത് സോഷ്യൽ ഐസൊലേഷൻ, സാമൂഹികമായ ഒറ്റപ്പെടൽ. അതായത് ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഈ നന്നായി പഠിക്കുന്ന കുട്ടികളെ ബാക്കിയുള്ള കുട്ടികൾ ഒരുപക്ഷെ കൂട്ടത്തിൽ കൂട്ടണമെന്നില്ല, അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സാമൂഹികമായ ഒരു ഒറ്റപ്പെടൽ ഈ കുട്ടിക്ക് ഫീൽ ചെയ്യും. ദെൻ പെർഫെക്ഷനിസം, എന്ത് കാര്യങ്ങളും ഏത് കാര്യവും വളരെ പെർഫെക്റ്റായി ചെയ്യണം എന്നൊരു ചിന്ത ഈ കുട്ടിയിലേക്ക് വരും. പിന്നെയുള്ളതാണ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി. ഇവർക്ക് ഇമോഷൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു സമയത്ത് അവരെ നോക്കിയിട്ടൊന്നും ചിരിച്ചില്ല എന്ന് കരുതുക. അങ്ങനെ ഒന്നും ചിരിച്ചില്ല എങ്കിൽ പോലും ഈ കുട്ടികൾക്ക് വളരെ വിഷമം തോന്നാൻ തുടങ്ങും. അല്ലെങ്കിൽ അര മാർക്ക് കുറഞ്ഞു പോയി, വളരെ വിഷമം തോന്നാൻ തുടങ്ങും. മനസ്സിലായോ? അത് ഹൈലി ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് പിയർ റിജക്ഷൻ. മറ്റു കുട്ടികൾ ഈ കുട്ടിയെ നിരസിക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ കളിയാക്കലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഉപദ്രവങ്ങളാകാം. അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ആ ഒരു കൊഗ്നിറ്റീവ് ലെവലിലുള്ള, അതായത് കൂട്ടുകൂടണമെങ്കിൽ തന്നെ ഏകദേശം ഒരേ ലെവലിലുള്ളവരായിരിക്കും കൂട്ടുകൂടുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഹൈലി ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് ഈ കുട്ടി ഒരുപക്ഷെ ആരും കൂട്ടണമെന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടി ഫീൽ ചെയ്യാറുണ്ട്. ദെൻ മിസ്മാച്ച് വിത്ത് കരിക്കുലം, നമ്മൾ കൊടുക്കുന്ന പാഠ്യപദ്ധതി, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി, ഇതൊന്നും ആ കുട്ടിക്ക് മതിയാകാതെ വരും. അത് ഈ കുട്ടിയുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രഷർ ഫോർ എക്സ്പെക്ടേഷൻസ്. നമ്മൾ നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് അധികമായ ഒരു പ്രതീക്ഷ നമ്മൾ ആ കുട്ടിക്ക് വയ്ക്കും. മേഖലയിൽ റാങ്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നു നിങ്ങൾ ഇങ്ങനെ മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ ഹൈ പ്രഷർ ഈ കുട്ടികളിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? മാനസികമായി അധികം സമ്മർദ്ദത്തിലേക്ക് ഈ കുട്ടി എത്താൻ തുടങ്ങും. അതുപോലെ അസിൻക്രണസ് ഡെവലപ്മെൻറ്റ്, തുല്യത, ഇംബാലൻസ്ഡ് ആയിട്ട് അസന്തുലിതമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും. ഈ കുട്ടി പഠനത്തിൽ വളരെ മുന്നിലാണ്, പക്ഷേ സാമൂഹികമായ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ് ഈ കുട്ടിയെ താഴേക്ക് വരാൻ തുടങ്ങും. കാരണം ഈ കുട്ടിക്ക് ബുദ്ധിപരമായിട്ട് ഈ കുട്ടി മുന്നിലേക്കാണ്, പക്ഷേ വികാരപരമായും സാമൂഹികപരമായും ഈ കുട്ടി പിന്നിലേക്ക് വരാൻ തുടങ്ങും. അതാണ് അസിൻക്രണസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
ഇനി ലാക്ക് ഓഫ് പ്രോപ്പർ ഗൈഡൻസ്. നമുക്ക് നമ്മുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ അവരെ മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ വൈകിയേക്കാം. അപ്പോഴേക്കും ഈ കുട്ടികളുടെ ഒരു വലിയ വിദ്യാഭ്യാസ കാലയളവ് കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവരെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ സാധാരണ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഫേസ് ചെയ്യാറുണ്ട്. ഇനി അവർക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട ചില മെത്തേഡുകളുണ്ട്, എങ്ങനെ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മൾ പ്രധാനമായി കൊണ്ടുവരേണ്ടത് വ്യത്യസ്ത അധ്യാപന രീതികൾ നമ്മൾ അവലംബിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ അധ്യാപന രീതി സാധാരണ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന, കൂടുതൽ ടൈം നമ്മൾ ഫോളോ ചെയ്തു വരുന്ന രീതി എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. ടെക്സ്റ്റ് കായിക എടുക്കുക, നമ്മൾ വായിക്കുക, അർത്ഥം പറയുക, ആ ഒരു രീതിയാണ് സാധാരണ ഫോളോ ചെയ്തു വരുന്നത്. ആ ഒരു രീതിയിൽ നിന്ന് മാറി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ അഡോപ്റ്റ് ചെയ്യാൻ കഴിയണം. അതെങ്കിലാണ് കൃത്യമായി നമുക്ക് ഇവരെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും. അതുപോലെ ആക്സിലറേഷൻ. ഇപ്പോൾ ഈ കുട്ടി 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നന്നായിട്ട് വായിക്കാനും എഴുതാനും ഖുർആൻ ഓതാനൊക്കെ അറിയുമെങ്കിൽ 2ാം ക്ലാസ്സിൽ ഇരുത്താതെ 3ാം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുക. അതാണ് ആക്സിലറേഷൻ. ഏതെങ്കിലും ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ളത്, അതും ഈ കുട്ടികൾക്കുള്ളൊരു ഓപ്ഷനാണ്. അധ്യാപകൻ ഉറപ്പ് വേണം എന്തെന്ന്, ഈസ് എ ഗിഫ്റ്റഡ് ലേണർ, അതൊരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് എന്ന് കൃത്യമായ ബോധമുണ്ടെങ്കിൽ മാത്രം. ദെൻ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസോ ആക്ടിവിറ്റീസോ നമുക്ക് നൽകാം. അതുപോലെ ക്ലസ്റ്റർ ഗ്രൂപ്പിംഗ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സായി തരംതിരിച്ച് അവിടെയും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം. പിന്നീട് സ്വതന്ത്രമായി അവരെ പഠിക്കാൻ അനുവദിക്കുക, നമ്മൾ ഗൈഡ് ചെയ്യുക എപ്പോഴും. ദെൻ അവരെ സ്വതന്ത്രമായി പഠനത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിടുക. പിന്നീട് അവർക്ക് നമ്മളെപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ പരിഹസിക്കുന്നു എന്ന് കാണുമ്പോൾ, കളിയാക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് അവരെ എപ്പോഴും ചേർത്ത് നിർത്താനും സപ്പോർട്ട് ചെയ്യാനും കഴിയണം. അതുപോലെ കോംപ്രഹെൻസീവ് കരിക്കുലം, നമ്മൾ കൊടുക്കുന്ന പാഠ്യപദ്ധതി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നീഡ് എന്താണോ അതിനെ ക്യാറ്റർ ചെയ്യാൻ കഴിയുന്ന, അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന, ആ കുട്ടിയുടെ ലേണേഴ്സ് നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന കരിക്കുലം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ വ്യക്തി അധിഷ്ഠിത പഠനം, ആ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകമായ ഒരു പഠനം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ടീച്ചിങ് കൊടുക്കുക. ഉയർന്ന ചിന്താ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഉയർന്ന ചിന്താ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഉയർന്ന ചിന്താ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നൽകുക. സാധാരണ ഞാൻ നേരത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇൻ്റലാക്ച്വൽ എബിലിറ്റിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ. നമ്മുടെ സാധാരണ പല രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, കുട്ടികളോട് ചോദിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായും എത്ര തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്? എത്ര തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് പറയാം? പ്രധാനമായി ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്? പറയൂ, ഉസ്താദന്മാർ, അധ്യാപകർ പറയൂ, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്? അതല്ല സതെ, നമ്മുടെ പഠന മദ്രസയിൽ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ചോദ്യം, അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്? നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. യെസ് ഓർ നോ ചോദിക്കാറുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിക്കാറുണ്ട്, അല്ലേ? ഇതൊക്കെ സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുവരുന്ന. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 1-2 സെന്റൻസിൽ മാത്രം ഉത്തരം, അതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയും, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒറ്റവാക്കിൽ ഉത്തരം എന്ന് പറയുമ്പോൾ 1 വേർഡ്, അതായിട്ട്. അപ്പോൾ ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഗതി, പ്രധാനമായും 2 തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കുക. പ്രധാനമായി 2 തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പ്രോഡക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ ഈസ് പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് പ്രോഡക്റ്റും, ദ സെക്കൻഡ് വൺ ഈസ് പ്രോസസ്. പ്രോഡക്റ്റിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു ഉൽപ്പന്നമായിരിക്കും എൻ്റെ ആൻസർ. പ്രോസസ്സ് എന്ന് പറയുമ്പോഴോ ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായി 2 തരത്തിലുള്ള ചോദ്യം. ഒന്നാമത്തേത് പ്രോഡക്റ്റ് ടൈപ്പും രണ്ടാമത്തേത് പ്രോസസ് ടൈപ്പും. ഇനി ഞാൻ ഉദാഹരണത്തിലൂടെ വളരെ വ്യക്തമായി പറയാം. എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അയൽവാസികൾ എന്ന് പറയുന്നത് ആരാ? എൻ്റെ ചോദ്യം അയൽവാസികൾ എന്ന് പറയുന്നത് ആരാ? അപ്പോൾ ഒരു കുട്ടി മറുപടി പറയുന്നത് എന്താ? നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തുമുള്ള 40 വീടുകളാണ് അയൽവാസികൾ, അല്ലേ? ഇതിനപ്പുറത്ത് വേറെ ആൻസർ ഉണ്ടോ? ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. കാരണം എന്താണ്? അതിൻ്റെ ആൻസർ ഒരു പ്രോഡക്റ്റാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? എന്താ ആൻസർ? 5. അതൊരു പ്രോഡക്റ്റാണ്. അവിടെ കുട്ടിയുടെ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടോ?
ഇല്ല. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്ര? 14. അപ്പൊ ബുദ്ധിയുള്ള കുട്ടിയെന്ന് എഴുതി 20 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് there is a product. അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഉത്തരം എന്താണ്? ഒരു പ്രോഡക്റ്റ് ആണ്. അങ്ങനത്തെ ചോദ്യമാണ് പ്രോഡക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് കുട്ടിയുടെ ഇന്റലാക്ച്വൽ ലെവലിലെ അണ്ടർസ്റ്റാൻഡിങ്, റീകോൾ ലെവൽ, അതായത് നമ്മുടെ ബുദ്ധിയെ 3 തരംതിരിച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. 3 ഡൊമൈൻസ്. കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈനും. ഈ പറയപ്പെട്ട ചോദ്യം കോഗ്നിറ്റീവ് ലെവലാണ്. ഏറ്റവും ലോ ലെവൽ ക്വസ്റ്റ്യനാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര? 5. തീർന്നു. രണ്ടാമത്തെ ചോദ്യമാണ് പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ചോദ്യം ഞാൻ ചോദിക്കുന്നു, നിസ്കാരത്തിൽ ഷർത്തുകൾ പാലിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ആ ആൻസർ കാണുമ്പോൾ കുട്ടിയുടെ നിലവാരം നമുക്ക് മനസ്സിലാവും. ബിക്കോസ് എന്താണ് ബേസ്? പ്രോഡക്റ്റ് ആണോ? അല്ല, പ്രോസസ് ആണ്. കുട്ടിയുടെ തിങ്കിങ് എബിലിറ്റിയാണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അയൽവാസികളോടുള്ള ബന്ധത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നിങ്ങൾ വിവരിക്കുക. അയൽവാസികൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനങ്ങളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവരിക്കുക. ഇറ്റ്സ് ഹൈ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ അവർ ഇന്റലക്ച്വൽ എബിലിറ്റി. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ചിന്തിക്കണം, അവിടെ ഒരു ഫിക്സഡ് ആയ ആൻസർ ഇല്ല. കുട്ടിയുടെ എബിലിറ്റി അനുസരിച്ച് കുട്ടി ആൻസർ ചെയ്യും. അതാണ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായല്ലോ അല്ലേ? പ്രോഡക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനും പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യനും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആർക്ക് വേണ്ടി കൊടുക്കേണ്ടത്? ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേട്ടില്ല? പ്രോസസ് ടൈപ്പ്. പ്രോസസ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അവന്റെ ചിന്തയിലൂടെ ചിന്തിച്ച് മാത്രം മറുപടി പറയാൻ കഴിയുന്ന ആൻസർ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ചോദ്യമാണ് പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മറ്റേത് കാണാപ്പാടം പഠിച്ചിട്ട് എന്ത് ചെയ്യുക? നമുക്ക് റീകോൾ ചെയ്ത് തരികയാണ്. അവൻ അയൽവാസികളെ പറ്റിയിട്ട് വേറെ ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ ഒരു സോഷ്യൽ റെലവൻസ് ഉൾക്കൊള്ളണമെന്നില്ല. അവൻ ആകെ ഡെഫിനിഷൻ മാത്രം അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ രണ്ടാമത്തെ ചിൽഡ്രനാണ് ബാക്ക്വേർഡ് ചിൽഡ്രൻ, അല്ലെങ്കിൽ സ്ലോ ലേണർ, മന്ദപഠിതാക്കൾ. ഓക്കെ, മന്ദപഠിതാക്കൾ രണ്ടാമത്തതാണ്. അപ്പൊ ഇവരുടേതായ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. മന്ദപഠിതാക്കൾ എന്ന് പറഞ്ഞപ്പോൾ ആരാ? മന്ദപഠിതാക്കൾ എന്ന് പറയുമ്പോൾ പഠന വേഗം കുറവാണ്. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ പഠന വേഗം അല്പം കുറവാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ കുട്ടികൾ ഒരു 5 മിനിറ്റ് എടുക്കുമെങ്കിൽ ഈ കുട്ടി 10 മിനിറ്റ് എടുത്തേക്കാം. ബിക്കോസ് സ്ലോ ലേണറാണ് ആ കുട്ടി. ദെൻ ഇവരുടെ സ്ലോ ലേണേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, എല്ലാ വിഷയങ്ങളിലും ഈ വിദ്യാർത്ഥി ചിലപ്പോൾ പിന്നിലായിരിക്കും. നമ്മുടെ മദ്രസയിൽ എല്ലാ വിഷയങ്ങളിലും കുട്ടി പിന്നിലായിരിക്കാം. അതല്ല എങ്കിൽ സം സ്പെസിഫിക് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ മാത്രം പിന്നിലായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ മാത്രം പിന്നിലായിരിക്കാം. ഇപ്പം മദ്രസ 7ാം ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഓക്കെയാണ്, ലുഗത്തിലൊഴികെ. അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും ഓക്കെയാണ്, ഖുർആനിലൊഴികെ. അങ്ങനെ ഏതെങ്കിലും സെലക്റ്റീവായിട്ടുള്ള സബ്ജക്റ്റുകളിൽ മാത്രം പ്രശ്നം ഉണ്ടാകും. അതും ഈ സ്ലോ ലേണേഴ്സ് ആണ്. ഒന്നുകിൽ എല്ലാ വിഷയങ്ങളിലും പുറകിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഏരിയകളിൽ മാത്രം കുട്ടികൾ പുറകിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് പഠനവേഗം വളരെ കുറവായിരിക്കും. അതുപോലെ ശ്രദ്ധക്കുറവുണ്ടാകും. ഒരു നിസ്സാര കാര്യം കിട്ടിയാൽ പോലും ഇവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. കോൺസെൻട്രേഷൻ എപ്പോഴും ഡീസെൻട്രലൈസ് ചെയ്ത് ഇവൻ്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത വരുന്നത് ഓർമ്മശക്തി കുറവായിരിക്കും. ദെൻ ഭാഷാ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് നേരിടാറുണ്ട്. പിന്നീടുള്ളത്, ഈ കുട്ടിക്ക് മോട്ടിവേഷൻ എപ്പോഴും കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ സ്വയം തോന്നണമെന്നില്ല. അതുപോലെയാണ് ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഈ കുട്ടിക്ക് എപ്പോഴും. അതായത് നേരത്തെ കിട്ടിയ ഒരു ഫെയിലിയറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം മേ ബി. പക്ഷെ എന്നിരുന്നാലും കുട്ടിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് പുവറായിരിക്കും. പിന്നെ വരുന്നത് സാമൂഹികമായി ശാന്തൻ. ആള് സൈലൻ്റ് ആണ്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വന്ന് സൈഡിൽ ഇരുന്നിട്ട് വരിക പോവുക എന്നുള്ളതായിരിക്കാം. ആ കുട്ടി സ്ലോ ലേണർ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ അക്കാദമിക് അച്ചീവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അക്കാദമികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ കുട്ടിക്ക് കുറവായിരിക്കും. ഇനി ഇവരുടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിതക ഘടകങ്ങൾ അതിനൊരു കാരണമാണ്. അതുപോലെ പാരിസ്ഥിതിക ഘടനകൾ, വീട്ടിൽ പഠനത്തിന് അനുയോജ്യമല്ലാത്ത അന്തരീക്ഷം പ്രശ്നമാണ്. അതുപോലെ വീട്ടിലെ വിദ്യാഭ്യാസ പിന്തുണക്കുറവ്. ഇപ്പം നമ്മൾ പറയും ഖുർആനിലെ ഇന്ന സൂറത്ത് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് വീട്ടിൽ പോയി നന്നായി വായിച്ചിട്ട് പഠിച്ചിട്ടോ എന്ന് പറയുമ്പോൾ ഈ കുട്ടി പറഞ്ഞു വിടുമ്പോൾ വീട്ടിൽ ഖുർആൻ ഓതാൻ കൃത്യമായി അറിയുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രം ഹി ക്യാൻ ഗൈഡ്, അല്ലേ? എങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് വീട്ടിലൊരു സപ്പോർട്ട് എടുക്കാൻ പറ്റൂ. വീട്ടിൽ ആരുമില്ല, ഒരു മനുഷ്യർക്കും ഖുർആൻ കൃത്യമായി ഓതാൻ അറിയില്ല എങ്കിൽ ആ കുട്ടിയെ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ ടീച്ചർ
ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അതാണ് പരിസ്ഥിതി അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും ഈ കുട്ടിയെ ബാധിക്കാറുണ്ട്. ദെൻ പിന്നീട് സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, പഠന വസ്തുക്കൾ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്, വികാരപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഘടകങ്ങൾ, ഭയം, സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ദെൻ ഏതെങ്കിലും നിലയിലുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടിയുടെ പഠനത്തെ തടസ്സപ്പെടുത്താറുണ്ട്. ഇനി ഇവർക്ക് എങ്ങനെ നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാം? അവർക്ക് വ്യക്തിഗത ശ്രദ്ധ കൊടുക്കുക, ക്ഷമയോടുകൂടി ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അവർക്ക് എപ്പോഴും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അവരുടെ ചെറിയ ഒരു വിജയം പോലും നമ്മൾ വലുതായി കണ്ടുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു ഉത്തരം പറഞ്ഞാൽ പോലും വെരി ഗുഡ് എന്ന് പറയാം, വെൽ എന്ന് പറയാം. അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള ഒരു മോട്ടീവ് നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടികൾക്ക് നമ്മൾ ഉറപ്പായി കൊടുക്കണം. അതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ സിംപ്ലിഫൈഡ് ടീച്ചിങ് മെത്തേഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ലളിതമായിരിക്കണം. ചെറിയ ഭാഗങ്ങളായി പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളായി മാത്രം അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ലളിതമായ സിമ്പിളായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആക്ച്വലി ആ കുട്ടി ആരാണ്? ഒരു സ്ലോ ലേണറാണ്. മനസ്സിലാകാത്ത രീതിയിൽ വളരെ വിശാലമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള അഡ്വൈസ് കൊടുക്കുന്നതിനൊക്കെ നല്ലത് വളരെ ലളിതമായി കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അഡ്വൈസ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ആവർത്തനം, റെപ്പിറ്റീഷൻ നമുക്ക് എന്ത് ചെയ്യുക, ഈ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി എയ്ഡ്സ്, ഇത് നമുക്ക് കൃത്യമായി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതികളിലൊക്കെ നമുക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ അവർക്കായിട്ടുള്ള പ്രത്യേക ചില പഠന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് റെമഡിയൽ ടീച്ചിങ് കൊടുക്കാം. ഒരു ക്ലാസ് എടുത്ത് മനസ്സിലായില്ല എങ്കിൽ നമുക്ക് സമയവും സാഹചര്യം ഒത്തുവരുന്നത് പോലെ പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഷാനവാസ് മനനെ ചോദിച്ചൊരു ചോദ്യം. ക്ലാസ് ഇപ്പോൾ 4 കുട്ടികളുണ്ട്, ഒരു കുട്ടി മാത്രമാണ് പിന്നിലെങ്കിൽ ബാക്കി 3 കുട്ടികളെ യൂസ് ചെയ്തിട്ട് ഈ 4ാമത്തെ കുട്ടിയെ പഠിപ്പിക്കാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് നമ്മൾ കണ്ടെത്തണം. ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ അല്ലെങ്കിൽ പിയർ ട്യൂട്ടറിംഗ് പോലെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റു ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ ഇവരിവിടെ ഇത് പ്രാക്ടീസ് ചെയ്യും. ദെൻ നമ്മൾ അതുപോലെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒരു പാരൻസുമായിട്ട് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവരുടെ അച്ചീവ്മെന്റ്സ് എന്താണ്, ഇവരുടെ ഡിഫക്റ്റ് എന്താണ്, ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെ പറ്റി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക. എങ്കിലാണ് ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ കൊടുത്തുവിടുന്ന വർക്കുകൾ വളരെ ലളിതമായ വർക്കുകൾ കൊടുത്തുവിടുക. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വീട്ടിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായൊരു പഠന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മൾ പോകുന്നു 3ാമത്തെ കാറ്റഗറി, ആവറേജ് ലേണേഴ്സ് എന്നുള്ള കാറ്റഗറിയാണ്. സാധാരണ വിദ്യാർത്ഥികൾ, നോർമൽ സ്റ്റുഡൻസ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ 68% മുതൽ 70% വരെ നോർമൽ സ്റ്റുഡൻ്റ്. മനസ്സിലായോ? അതിനപ്പുറത്തും ഇപ്പുറത്തുമാണ് ഗിഫ്റ്റഡ് ചിൽഡ്രനും സ്ലോ ലേണറും അണ്ടർ അച്ചീവറും ഒക്കെ വരുന്നത്. ഇതിലാണ് കൂടുതലും ഏതാണ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അവരുടെ IQ ലെവൽ എന്ന് പറയുന്നത് 90-നും 110-നും ഇടയിലായിരിക്കും, 110-നും ഇടയിലായിരിക്കും അവരുടെ രീതി. ഇനി ഇവരുടെ പ്രധാന പ്രത്യേകതകൾ, സാധാരണ ഒരു വേഗത, സാധാരണ നമ്മൾ പഠിപ്പിക്കുന്ന വേഗതയിൽ ഇവർ കാര്യങ്ങൾ ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ആവർത്തന പരിശീലനം, ഒരു പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, ഒരു 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവർക്ക് കോൺക്രീറ്റ് തിങ്കിങ് ടെൻഡൻസി ഉണ്ട്. നമ്മളിപ്പോൾ നേരിട്ടൊരു കാര്യം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അല്ലാതെ നമ്മൾ ഇമാജിനേഷനിലൂടെ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് പഠിപ്പിക്കുമ്പോൾ അതിലല്പം പ്രയാസം നേരിട്ടേക്കാം, അല്ലാതെ പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുക, ശ്രദ്ധയോടെ പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്രോത്സാഹനം ആവശ്യമാണ്. നോർമൽ ലേണർ ആണെങ്കിലും നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ ഇവർക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ ചിലപ്പോൾ വീക്കായിരിക്കാം. ഇവിടെ ഇപ്പോൾ കണക്കും സയൻസും ഉള്ള ചില പ്രത്യേക വിഷയങ്ങൾ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മൾ മദ്രസ തലത്തിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ ഇവർക്കും പ്രയാസകരമായിട്ട് വരാം. പിന്നെ എങ്ങനെ ഇവരെ പഠിപ്പിക്കാം? അധ്യാപനത്തിന്റെ സമീപനങ്ങൾ എന്തെല്ലാം? പഠിപ്പിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക. ദെൻ പാഠഭാഗങ്ങൾ റിയൽ ലൈഫുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അവർക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ചെയ്യുക. ദെൻ തെറ്റുകൾ തിരുത്തുമ്പോൾ പോസിറ്റീവ് പ്രതികരണങ്ങൾ, ചെറിയ തെറ്റ് തിരുത്തി വന്നാൽ പോലും
നമുക്ക് എന്ത് ചെയ്യുക, പോസിറ്റീവ് റിയാക്ഷൻ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക, സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ വിശദമായി പിന്നീട് വരുന്നതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല. ഫോളോ അപ്പ് ആവശ്യമാണ്. ഈ കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലയോ, പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തുകൊണ്ട്, പഠിച്ചെങ്കിൽ എത്രത്തോളം പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ദെൻ നാലാമത്തെ കാറ്റഗറി അണ്ടർ അച്ചീവേഴ്സ്. നാലാമത്തെ കാറ്റഗറി പ്രതീക്ഷയേക്കാൾ വളരെ താഴെ പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് അവരെങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിവുണ്ട്, പക്ഷേ അവർക്കുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് മുന്നിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനവും അല്ലെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെന്റ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ്. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ അവൻ പഠിക്കാൻ കഴിയുന്നില്ല, അവനിക്ക് മാർക്ക് കുറവാണ്, അവനിക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള ഒരു ഇന്ററാക്ഷൻ കുറവാണ്. ഇങ്ങനെ സോ മെനി റീസൺസ് വിൽ ബി ഹാപ്പൻ. അപ്പൊ അവിടെ അണ്ടർ അച്ചീവറാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ നന്നായി പഠിക്കാൻ കഴിയുമെങ്കിൽ ഇവരെന്താണ്, പഠനത്തിൽ പിന്നോട്ടാണ്. അതുപോലെ ഇവർ സ്ലോ ലേണേഴ്സ് അല്ല, ഇവർക്ക് പഠിക്കാൻ ഫാസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇവർ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകതകൾ. ഇവർക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഒരു മോട്ടിവേഷൻ്റെ അഭാവം ഈ കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട്. കുറഞ്ഞ ആത്മവിശ്വാസമാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ സമയം പാലിക്കാനുള്ളൊരു കഴിവ് ഈ കുട്ടികൾക്ക് വളരെ കുറവാണ്. ദെൻ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെട്ടു പോകും എന്നൊരു ഓവർ ടെൻഡൻസി, എന്ത് ചെയ്താലും പരാജയത്തിലേക്ക് പോയേക്കാം എന്നൊരു ചിന്ത ഈ കുട്ടികളെ പഠനത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മൾ സ്ലോ ലേണർ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ അവൻ്റെ മൈൻഡ് അതുവഴി അങ്ങ് പോകും. ആരെങ്കിലും ചിലപ്പോൾ റോഡ് സൈഡിലുള്ള മദ്രസയായിരിക്കാം, ഒരു വലിയ വാഹനം പോയാൽ ശ്രദ്ധ അതുവഴി പോകും. ഒരു ബസ്സിൻ്റെ ഹോൺ കേട്ടാൽ അതുവഴി പോകും. സുപരിചിതമായ ഒരു വാഹനത്തിൻ്റെ ഹോൺ കേട്ടാൽ അതുവഴി അവൻ്റെ ശ്രദ്ധ പോകും. അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത ഈസ് വെരി ഹൈ. അത്രയുമാണ് ഇവരുടെ പ്രത്യേകത. ഇവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് കൃത്യമായ ഒരു അറ്റാച്ച്മെൻറ്റാണ്. ആ കുട്ടികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. എൻ്റെ തെറ്റുകളെ അധ്യാപകൻ പൊറുക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അധ്യാപകൻ തിരുത്തി തരാൻ സാധ്യതയുണ്ട്, എൻ്റെ പഠന പ്രശ്നങ്ങൾ അധ്യാപകൻ പരിഹരിക്കാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എങ്കിലാണ് ആ കുട്ടി തൻ്റെ ഇന്റലിജൻസ്, അവൻ്റെ എബിലിറ്റി എടുക്കുന്നത് പിന്നീടാണ്. അതുപോലെ അവൻ്റെ ശ്രമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഒരു ദിവസം അവൻ ഒരു സെന്റൻസ് ആണ് പഠിച്ചു വന്നതെങ്കിൽ നീ ഒരു സെന്റൻസേ പഠിച്ചിട്ട് വന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യമല്ല. നിനക്ക് ഒരു സെന്റൻസ് പഠിക്കാൻ കഴിഞ്ഞല്ലോ, വളരെ സന്തോഷം, നാളെ നിനക്കത് 2 സെന്റൻസ് ആക്കാം എന്ന ഒരു കൺസെപ്റ്റ് ആ കുട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, പകർന്നു കൊടുക്കുക. അതുപോലെ പോസിറ്റീവ് പ്രതികരണം നമ്മൾ കൊടുക്കുക. നിയന്ത്രണ ബോധം നൽകുക, ചോയ്സ് നൽകണം. ഇത് നാളെ നിനക്ക് പറ്റുമെങ്കിൽ പഠിച്ചിട്ട് വരണം, ഇനി ഇല്ല എങ്കിൽ പ്രശ്നമില്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടി കൊടുക്കണം. അല്ലെങ്കിൽ ചോദ്യം കൊടുത്ത് ഒരു വർക്ക് കൊടുത്തു, ചെയ്യാൻ പറഞ്ഞു, പറ്റുന്നിടത്തോളം ചെയ്തിട്ട് വാ, ഇനി ഇയാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും പ്രശ്നമില്ല, നമുക്ക് പിന്നീടൊരു അവസരത്തിൽ ചെയ്യാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കാനൊരു ഓപ്ഷൻ എന്ത് ചെയ്യുക, കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ ആ കുട്ടിക്ക് അവരെ നമ്മൾ പരിഗണിക്കുന്നു എന്നൊരു ഫീൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉണ്ടാകാൻ തുടങ്ങും. ഇനി അക്കാദമിക് സ്ട്രാറ്റജീസ്, വ്യക്തിഗത ലക്ഷ്യങ്ങൾ, കുട്ടിയുടെ കഴിവിനനുസരിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കണം. ഒരു പാഠപുസ്തകം എടുത്തിട്ട് അവനെ ഇതിൽ 2 ചോദ്യങ്ങൾ നീ പഠിച്ചിട്ട് വരണം. 10 ചോദ്യം ഉണ്ടെന്ന് കരുതിക്കോ, 2 ചോദ്യം മാത്രം പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുക. ഈ 2 ചോദ്യം പഠിച്ചിട്ട് വരികയാണെങ്കിൽ അവൻ നമ്മൾ എന്ത് ചെയ്യുക, അവൻ നമ്മൾ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. 2 ചോദ്യം പഠിച്ചല്ലോ എന്നൊരു ഒരു ഇൻസ്പിറേഷൻ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. ഹോംവർക്ക് പൂർത്തിയാക്കുമ്പോഴൊക്കെയും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ കുട്ടിയുടെ കഴിവുകൾ, കുട്ടി വരയ്ക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ എന്താണ് ആ കുട്ടിയുടെ എബിലിറ്റി, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അവനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവനിക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായ ഒരു ഘടന. അവൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ്, ടൈം മാനേജ്മെന്റ് പ്രശ്നമാണ്, അവൻ്റെ കഴിവുകളെ തിരിച്ചറിയാൻ കഴിയാത്തവൻ്റെ പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ സഹായം നൽകുക. നമുക്ക് ഇവിടെയൊക്കെയും ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ സഹായം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് നമ്മുടെ ക്ലാസ്സിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവൻ്റെ സഹായത്തോടുകൂടി ഈ കുട്ടിക്ക് നമുക്ക് ഒരു പിയർ അസിസ്റ്റന്റ് പോലെ, ഒരു പിയർ ട്യൂട്ടോറിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കുക. ഇനി അടുത്തതാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. സമയം വളരെ പരിമിതമായതുകൊണ്ട് അല്പം ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മാനസികമായി വെല്ലുവിളി
നേരിടുന്ന കുട്ടികൾ. ഇവരെ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ അല്ലെങ്കിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ഈ കുട്ടികൾ വളരെ പിന്നിലായിരിക്കും. അപ്പോൾ ഇത് ഒരു 18 വയസ്സിന് മുന്നേ തന്നെ ഈ കുട്ടികൾ സാധാരണ ഇത് കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് IQ ലെവൽ 70-ൽ താഴെയായിരിക്കും. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഈ കുട്ടിക്ക് അനുഭവിക്കാറുണ്ട്. അതിൻ്റെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. ഈ 4 ലെവലിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുള്ളത്. ഇതിൽ ഏറ്റവും റെഡ് കളർ കൊടുത്തിരിക്കുന്നത് പ്രൊഫൗണ്ട് എന്ന് പറയുന്നത് IQ ലെവൽ ബിലോ 20 ആണ്, 20-ൽ താഴെയാണ്. ആ കുട്ടികൾക്ക് മറ്റൊരാളുടെ പൂർണ്ണ സഹായമില്ലാതെ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് മുന്നേയുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ മുന്നേയുള്ള ലെവൽസ് നോക്കുമ്പോൾ പ്രത്യേക പരിശീലനം നൽകിയാൽ അവർക്ക് എന്ത് ചെയ്യാം? സാമൂഹികമായിട്ട് ഇഴുകിച്ചേരാനും ലളിതമായ ജോലികൾ ചെയ്യാനും സാധിക്കും. ലളിതമായ സംസാരവും ആശയവിനിമയവും സാധ്യമാകും. ചില കാര്യങ്ങൾ പഠിച്ചെടുക്കും. പക്ഷേ ഇൻ ദ കേസ് പ്രൊഫൗണ്ട് ഡിസബിലിറ്റി, ആ കുട്ടി എന്താണ്? പൂർണ്ണമായും ഒരാളുടെ സഹായം ആവശ്യമായി. ഇവിടെയാണ് സ്പെഷ്യൽ സ്കൂളിൻ്റെയൊക്കെ ആവശ്യകത വരുന്നത്. ഇനി അവരുടെ ഒരു സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ മദ്രസകളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ്. വ്യക്തിഗത വിദ്യാഭ്യാസ പദ്ധതി, അവർക്ക് വേണ്ടി പ്രത്യേകം കരിക്കുലം പ്രോഗ്രാമുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, പ്രവർത്തനത്തിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാര്യങ്ങളെ ചെറിയ ചെറിയ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെയാണ് ആവർത്തനവും പരിശീലനവും കൊടുക്കാം, അഡാപ്റ്റീവ് പരിശീലനം കൊടുക്കാം, ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് കൊടുക്കാം. ഇത്രയും നേരം പറഞ്ഞത് ടൈപ്സ് ഓഫ് ലേണേഴ്സ് ആണ്. ബൈ ഇന്റലക്ച്വൽ എബിലിറ്റി, ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്താണ് കണ്ടത്. ഇനി അവരുടെ ലേണിംഗ് സ്റ്റൈൽസിന്റെ ബേസിൽ നമുക്ക് അത് നോക്കുകയാണ് നമ്മൾ. ടൈപ്സ് ഓഫ് ലേണേഴ്സ് ബേസ്ഡ് ഓൺ ലേണിംഗ് സ്റ്റൈൽ. ഈ കുട്ടികൾ പഠിക്കുന്ന ടൈപ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുകയാണ്. അതിൽ പ്രധാനമായി വരുന്നത് അവരെങ്ങനെ വ്യത്യസ്തമായ വഴികൾ ഉപയോഗിച്ച് കൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മോഡലിന്റെ പേരാണ് വാർക്ക് മോഡൽ എന്ന് പറയും. വി മീൻസ് വിഷ്വൽ, ഓഡിറ്ററി, റീഡ്, റൈറ്റ്, കിനസ്തെറ്റിക്. ദിസ് വാർക്ക് ഡിനോട്ട്സ്. ഓക്കെ, വാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ശൈലിയാണ്. അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തത് വിഷ്വൽ ലേണിംഗ്. വിഷ്വൽ ലേണറാണ് ഈ കുട്ടി. ദൃശ്യ പഠിതാക്കൾ, കാണുന്നതിലൂടെ വേഗത്തിൽ പഠിക്കുന്നവർ. ചിത്രങ്ങളിലൂടെ, കാർട്ടൂണുകളിലൂടെ, ചാർട്ടിലൂടെ, ഭൂപടങ്ങളിലൂടെ, വർണ്ണങ്ങളിലൂടെയൊക്കെ ഈ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. അവരുടെ പ്രധാന പ്രത്യേകതകൾ ചിത്രങ്ങളായും ഡയഗ്രങ്ങളായും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ? ചിത്രങ്ങളാക്കി കാണുന്ന കുട്ടികൾ സാധാരണ ഇരുന്ന് പഠിക്കും. പക്ഷേ നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. 5 മിനിറ്റ് എടുത്ത് പഠിപ്പിക്കേണ്ട ഒരു കൺസെപ്റ്റ് വിത്തിൻ 5 സെക്കൻഡ്സ് നമുക്കൊരു ചിത്രത്തിലൂടെ പഠിപ്പിച്ചെടുക്കും. ഓക്കെ, യെസ്, സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾ വി ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. ദെൻ അതുപോലെ ബോർഡിൽ എഴുതിയൊക്കെയാണെങ്കിൽ കുട്ടികൾ അതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഇനി സം ആക്ടിവിറ്റീസ് ഫോർ വിഷ്വൽ ലേണേഴ്സ്. നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് വിഷ്വൽ ലേണേഴ്സ്, വിഷ്വൽ എന്ന് പറയുമ്പോൾ വിഷ്വലി അവർ പഠിച്ച് മനസ്സിലാക്കണം, കാഴ്ച കൊണ്ട്. ആ വിഷ്വൽ ലേണേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിഷ്വൽ ലേണേഴ്സ് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നതും ഒക്കെ വിഷ്വലിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, ചിത്രങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് മൈൻഡ് മാപ്പ് എന്ന് പറയും. അതിൻ്റെ ഉദാഹരണം നമുക്ക് കൊടുക്കാം. ഇതൊരു മൈൻഡ് മാപ്പാണ്. അതായത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിന്, അതിൻ്റെ കൺസെപ്റ്റിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് കമ്പോണന്റ് കൊടുത്തിരിക്കുകയാണ്. മെന്റൽ ഹെൽത്തിന് എന്തൊക്കെ വേണമോ അതെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൈൻഡ് മാപ്പാണ്. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ ഒരു ചിത്രത്തിലൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതാണ് മൈൻഡ് മാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു മൈൻഡ് മാപ്പാണ്. സൽസ്വഭാവത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ, സൽസ്വഭാവത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളെ സൈഡിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതും ഇതൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ ഓറലി പറയുന്നതിനേക്കാൾ, നമ്മൾ വെർബലി പറയുന്നതിനേക്കാൾ നമ്മളൊരു വിഷ്വലി നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷ്വൽ ലേണേഴ്സിനെ, കണ്ടു പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സഹായകരമാകും. ഇതുപോലെ നിസ്കാരത്തിൻ്റെ ഫർദുകൾ നമുക്ക് ഇതുപോലെ ചാർട്ടായിട്ട് ബേസ്, ഇതിപ്പോൾ അധ്യാപകൻ തന്നെ ചെയ്യണമെന്നില്ല. കുട്ടികളോട് ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ട് ചാർട്ടിൽ വരച്ചു കൊണ്ടുവരാൻ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. നമ്മളതിന് എഫേർട്ട് എടുക്കണ്ട. ആ പാഠം പഠിപ്പിക്കുമ്പോൾ ആ വർഷം ഉപയോഗിക്കാം, മറ്റൊരു ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാം, വേറെ ക്ലാസ്സിൽ ഉപയോഗിക്കാം. നമ്മളൊരു ദിവസം അവിടെ ഇല്ല, നമ്മൾ 1 മണിക്കൂർ ലേറ്റായി എത്തു, നമുക്ക് ഇത് കൊടുത്തിട്ട് പഠിക്കാൻ പറയാം അവരോട്.
വിവിധ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമുക്കിങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ഇനി അടുത്തത് കൺസെപ്റ്റ് മാപ്പാണ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? മൈൻഡ് മാപ്പാണ്. രണ്ടാമത് പറഞ്ഞ കൺസെപ്റ്റ് മാപ്പാണ്. കൺസെപ്റ്റ് മാപ്പ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ആസ്പെക്റ്റാണ്, ഇതൊരു ആശയമാണ്. നിസ്കാരം എന്ന് സങ്കല്പിക്കുക. നിസ്കാരമാണ് ഈ ചിത്രത്തിൽ ഞാൻ കൊടുക്കുന്നത്. ഇതതിൻ്റെ ഷർത്തുകളാണ്. അടുത്ത് ഞാൻ എന്തെഴുതാൻ പോകുന്നു? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എഴുതാൻ പോകുന്നു. അതിൻ്റെ ഷർത്തുകളെല്ലാം ഞാൻ അവിടെ എഴുതുകയാണ്. ഈ ഗ്രീൻ വന്നത് നിസ്കാരത്തിൻ്റെ ഫർളാണ്. ഓക്കെ, എന്നിട്ട് ഫർളുകളെല്ലാം ഞാൻ അവിടെ എഴുതി. ഈ കൊടുത്തിരിക്കുന്നത് സുന്നത്താണ്. സുന്നത്തിനെ ഞാൻ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? അബാദ് സുന്നത്തും അബാദ് സുന്നത്ത് അവിടെ കൊടുത്തു, ഹയാദ് സുന്നത്ത് ഇവിടെ കൊടുത്തു. എന്നിട്ട് അബാദ് സുന്നത്തിനെല്ലാം വീണ്ടും അവിടെ ഞാൻ അതിനെ എഴുതുന്നു, ഹയാദ് സുന്നത്തിനെ ഇവിടെ എല്ലാം എഴുതുന്നു. ഇതാണ് കൺസെപ്റ്റ് മാപ്പ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നിസ്കാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഒറ്റയടിക്ക് നമുക്ക് നിസ്കാരം ഇല്ല. ഫർളുകൾ, ഷർത്തുകൾ, സുന്നത്തുകൾ, ഇങ്ങനെ ഒരു വൈഡായ ഒരു ഇൻഫർമേഷൻ സെക്ടർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാപ്പിന്റെ പേരാണ് കൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. ദെൻ ട്രീ മാപ്പ്. ട്രീ മാപ്പ് വൃക്ഷത്തിന്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് മാപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല. ബന്ധമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ കഴിയും. ഇനി ഇതും ഒരു ട്രീ മാപ്പാണ്. ഇനി ഇതിൻ്റെ നമുക്ക് മറ്റ് ചാർട്ടുകളും ഗ്രാഫുകളെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ചാർട്ടുകളും ഗ്രാഫുകളുമായിട്ട് നമുക്ക് കൊടുക്കാം. ഇത് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മാപ്പായിരുന്നു. ചാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതൊരു ചാർട്ടാണ്. ഒരു പ്രധാനപ്പെട്ട സംഗതി മുകളിൽ എഴുതിയിട്ട് അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകളെ താഴെ താഴെ എഴുതി നമുക്ക് പോകാം. അതുപോലെ ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഇനി ഞാൻ കാണിക്കാൻ വന്ന കുറച്ച് ഇമേജസ് ആണ്. നമുക്ക് വിഷ്വലി എങ്ങനെ കുട്ടികൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ്. സാധാരണ ഞാൻ എൻ്റെ സെഷനുകളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രസൻറ്റേഷനുകളാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിസ്കാരം എങ്ങനെയെന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ബേസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇമേജസ് ആയിട്ട് എങ്ങനെ നമുക്ക് കൊടുക്കാം? നിസ്കാരത്തിൻ്റെ വിവിധ പൊസിഷനുകളാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്ത് ഒരു പ്രൊജക്ടറിൻ്റെ സഹായത്തോടുകൂടി ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വലിയ TV-യുടെ സൈസിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ ചാർട്ട് നമുക്ക് സിറ്റിയിലേക്ക് പോയാൽ വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് പ്രിൻ്റ് ഔട്ടുകൾ കിട്ടും. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രിൻ്റ് ഔട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാളിൽ നമുക്ക് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാം. ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിക്കുന്നത് വരെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ് ലെവലുകൾ നമുക്കതൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് അവരെ ഓഡിറ്ററി ലേണേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓഡിറ്ററി ലേണേഴ്സ് ഇവരുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കേട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. കേട്ട് പഠിക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. പിന്നെ വായിച്ചെടുക്കുന്നതിനേക്കാൾ കേൾക്കുന്നതിലൂടെ ആയിരിക്കും ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ഉറക്കെ വായിക്കുകയോ മറ്റൊരാൾ വിശദീകരിച്ച് കൊടുക്കുകയൊക്കെ വേണ്ടി വരും അവർക്ക്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് ഓക്കെ ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് ചർച്ചകൾ സജീവമായ ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പാഠഭാഗങ്ങൾ ഉറച്ച് വായിച്ച് കേൾക്കുക, ഗ്രൂപ്പ് ചർച്ചകൾ പങ്കെടുക്കുക, ചോദ്യോത്തരങ്ങൾ ചോദിച്ച് പഠിക്കുക, സെമിനാറുകൾ, സംവാദങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് രീതിയിലുള്ള പഠനമാണ് ഇവർ നടത്തുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത മൂന്നാമത്തെ പറയുന്നത് റീഡിംഗ് ഓർ റൈറ്റിംഗ് ലേണേഴ്സ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് വിഷ്വൽ ലേണേഴ്സ് ആയിരുന്നു, രണ്ടാമത്തത് ഓഡിറ്ററി ലേണേഴ്സ് ആണ്, മൂന്നാമത്തത് റീഡിംഗ് ഓർ റൈറ്റിംഗ് ലേണേഴ്സ്. എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ വായിക്കുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിശദമായി നോട്ട്സുകളും പാഠപുസ്തകങ്ങളും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങളെ സ്വന്തമായിട്ട് അവർ എഴുതിയെടുക്കുകയും പുതിയ പുതിയ വാക്കുകളുടെ നിർവചനങ്ങൾ അവർ തയ്യാറാക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇനി അവരെങ്ങനെ പഠിപ്പിക്കാം? ആശയങ്ങൾ എഴുതിക്കാൻ നമുക്ക്, ഇഷ്ടമായ നോട്ട്സ് കൊടുക്കാം, നമുക്ക് അസൈൻമെൻറ്റുകൾ നൽകാം, അതുപോലെ തന്നെ പഠന റിപ്പോർട്ടുകൾ കൊടുക്കാം, പ്രൊജക്റ്റ് വർക്കുകൾ നമുക്ക് കൊടുക്കാം, ലേഖനങ്ങൾ നമുക്ക് എഴുതിപ്പിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നോക്കി അതിനൊരു ഫീഡ്ബാക്ക് കുട്ടികൾക്ക് കൊടുക്കുക. അവരെഴുതിയിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരതിൽ നിന്നും പിൻവലിയാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് കീവേഡുകൾ ഹൈലൈറ്റ്
ചെയ്യുക, പ്രധാന പോയിന്റുകളൊക്കെ അടിവരയിട്ട് ചെയ്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുക. ഇനി കിനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത് ആ ലേണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്ടിവിറ്റിയിലൂടെയാണ് അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ആക്ടിവിറ്റി, അതായത് ഒരു റിയൽ ലൈഫായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല, അവർ ആക്ടിവിറ്റിയിലൂടെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഇപ്പം നിസ്കാരം പഠിപ്പിക്കണം, പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒന്നുകൂടെ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇങ്ങനെ ഇതൊക്കെ ബൈ പ്രാക്ടിക്കൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇവർ മനസ്സിലാക്കും. അവർക്ക് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടമുള്ളവരാണ്, ശരീരം ചലിപ്പിക്കാൻ ഇഷ്ടമാണ്, ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയും. എന്നാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരേ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അവരെ പഠിപ്പിക്കുന്നത് റോൾ പ്ലേ ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ട്, ദെൻ പ്രൊവൈഡിങ് റിയൽ ലൈഫ് കണക്ഷൻ ഉണ്ട്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്. ഇനി ഇൻക്ലൂസിവിറ്റി ആൻഡ് എക്ലക്റ്റിക് സ്ട്രാറ്റജീസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലെ ഒരു നൂതനമായ ഒരു ആശയമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ തരം കഴിവുള്ളവരെയും എന്ത് പ്രശ്നമുള്ള കുട്ടികളെയും ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ മാനസികമായ പരിമിതികളോ അല്ലെങ്കിൽ മാനസികമായ മാനദണ്ഡങ്ങളില്ല, സാമ്പത്തികമോ സാമൂഹികമായ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ എല്ലാ കുട്ടികളെയും ഒരേ ക്ലാസ്സിൽ എത്തി പഠിപ്പിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എക്ലക്റ്റിക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വ്യത്യസ്തമായ പഠന രീതികൾ, വ്യത്യസ്തമായ ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതിനാണ് എക്ലക്റ്റിക് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, വളരെ വേഗത്തിൽ പോവുകയാണ്. പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇതിലൊന്നാമത്തേത് പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡിസ്ലെക്സിയ. ഈ കുട്ടിക്ക് സാധാരണ വായിക്കാനുള്ള പ്രയാസമാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ വായനയിലുള്ള പ്രശ്നമാണ്, കുട്ടിക്ക് വായന ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ, എഴുത്തിലുള്ള പ്രശ്നം. കുട്ടികൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും എഴുതാനും മനസ്സിലാക്കാനും ഒന്നും കഴിയാതെ പോകുന്ന അവസ്ഥയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ അക്ഷരത്തെറ്റുകൾ സംഭവിക്കും, അക്ഷരങ്ങൾ മാറ്റി മാറ്റി എഴുതും. അറബിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്, അറബ് അക്ഷരങ്ങൾ മാറി മാറി എഴുതാൻ. അതുപോലെ തന്നെ ചിന്തകൾ എഴുത്തിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടും ഈ കുട്ടികൾക്കുണ്ടാകും. മോശം കൈയക്ഷരം, അതുപോലെ അക്ഷരങ്ങൾ ശരിയായി രൂപപ്പെടുത്താനുള്ള പ്രയാസം, ഇതൊക്കെ ഈ കുട്ടികൾക്ക് സംഭവിക്കും. ഇനി അടുത്ത മൂന്നാമതൊരു പ്രശ്നമാണ് ഡിസ്കാൽക്കുലിയ. ഇത് നമ്മുടെ മദ്രസയുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും പറയുകയാണ്, മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ്, കണക്കിൽ വലിയ പ്രയാസം അനുഭവിക്കുക, മാത്തമാറ്റിക്സുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൈകാലുകൾ അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ കൈകാലുകൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, മോട്ടോർ കോർഡിനേഷൻ ഇല്ലാതിരിക്കുക. അതായത് സ്വന്തമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, എഴുതണമെന്ന് മനസ്സിൽ കരുതുന്നു, പക്ഷേ അവൻ്റെ കൈകളൊന്നും ചെയ്യാൻ കഴിയില്ല. നടക്കണമെന്ന് തോന്നുന്നു, അതേപോലെ അവന് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. വളരെ അവസാനത്തെ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം അല്ല നിലവിലത്തെ ക്ലാസ് റൂമുകൾ. ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങൾ, പ്രൊജക്ടർ സംവിധാനങ്ങൾ. ഒരു ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന അധ്യാപകനിൽ നിന്നും ഇൻഫർമേഷൻ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂമാണ് നമ്മുടെ നിലവിലത്തെ ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത്. ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ടുഡേയ്സ് ജനറേഷനിലേക്ക് വരുമ്പോൾ, അവർ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. നമുക്കറിയാത്ത പല ഡിവൈസിനെ പറ്റിയും അവർക്കറിയാം, നമുക്കറിയാത്ത പല ഇൻ്റഗ്രേഷൻ, ICT ഇൻ്റഗ്രേഷനും കുട്ടികൾക്കറിയാം. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ്ലി ആയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ. അതായത് ജനറേഷൻ ആൽഫയാണ് ഈ കുട്ടികൾ. ഈ കുട്ടികളെയാണ് നമ്മൾ ഏറെക്കുറെ പഠിപ്പിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് AI അസിസ്റ്റൻറ്റ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വോയിസ് അസിസ്റ്റൻറ്റുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം ഈ കുട്ടികൾക്കുണ്ട്. സാധാരണ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന കാലഘട്ടമാണ് എൻ്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസ കാലഘട്ടമെങ്കിൽ നൗ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വോയിസ് അസിസ്റ്റൻറ്റ്, അല്ലേ? നമ്മൾ സാധാരണ ഗൂഗിളിൽ വോയിസ് സെർച്ച് ചെയ്യാറില്ല. യെസ്, അതിൻ്റെ അല്പം കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വേർഷൻ എന്ന് പറയുന്നത്. അതിൽ ഇവർ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്? ജെമിനിയോട് സംസാരിക്കാറുണ്ട്. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എന്താവശ്യമാണ്, എങ്ങനത്തെ ഫോട്ടോ തിരികെ
വേണമെന്ന് ചോദിച്ചാലും നമുക്ക് എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ജെമിനിയോട് സംസാരിക്കാറുണ്ട്. ദെൻ സിറി, ആരാണ് സിറി? ആപ്പിളിന്റെ AI അസിസ്റ്റന്റ് ആണ് സിറി എന്ന് പറയുന്നത്. ദെൻ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്, DeepSeek AI, അലക്സ ആമസോൺ, ChatGPT, പെർപ്ലക്സിറ്റി, ഗൂഗിൾ അസിസ്റ്റന്റ്. ഇവരുമായിട്ട് സംസാരിക്കുന്ന കുട്ടികളെയാണ് ഞാനും നിങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ പഴയ കാലഘട്ടത്തിലെ ടീച്ചിങ് സ്ട്രാറ്റജീസും കൊണ്ട് ചെന്നാൽ കുട്ടികൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഇവിടെ നമുക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമുക്ക് കഴിയുന്നിടത്തോളം ICT ഇൻ്റഗ്രേഷൻ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് മാക്സിമം കഴിയുന്നിടത്തോളം എന്ത് ചെയ്യുക, ICT കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള പഠന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാം, ഗെയിമുകൾ യൂസ് ചെയ്യാം, ഇൻ്ററാക്റ്റീവ് ലേണിംഗ് പാക്കേജസ് യൂസ് ചെയ്യാം. നിങ്ങൾ പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറബി ഭാഷ എഴുതാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പ്രാപ്തരാക്കുന്ന ഒരുപാട് ഗെയിംസുകൾ നമുക്ക് അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ്. ഇറ്റ് വിൽ ബി സോ ആപ്ലിക്കബിൾ ഇൻ അവർ ക്ലാസ് റൂം. ഇത് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സെക്കൻഡ് വൺ ഈസ് വിഷ്വൽ ഡൊമിനൻസ്. നമുക്കറിയാമല്ലോ, മക്കൾ എപ്പോഴും മൊബൈലിൽ വീഡിയോകൾ കാണാറുണ്ട്, ഇമേജസ് കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക, ക്ലാസ് റൂം ഇൻറ്ററാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിൽ അധ്യാപനത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന വീഡിയോകൾ നമ്മൾ സെലക്ട് ചെയ്യണം. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മളിത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം എന്ന് നിങ്ങൾ ആരും കരുതണ്ട. നമുക്കിത് നമ്മൾ തയ്യാറാണ്, നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമുക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത്. അല്ലാതെ അന്യഗ്രഹത്തിൽ സംഭവിക്കുന്ന ഒരു ആസ്പെക്ട് ആക്ടിവിറ്റീസ് ഒന്നുമല്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവർക്ക് നീണ്ട എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടില്ല. അവർക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഇൻഫോഗ്രാഫിക്സുകൾ, ഇമേജസ് ആയിട്ട് ചാർട്ടുകളായിട്ടൊക്കെ നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തത് അവർ സ്പീഡാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ChatGPTയുടെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നാളെ തരാമെന്ന് ChatGPT പറയില്ല. വിത്തിൻ സെക്കൻഡ്സ് there will be answer. വിത്തിൻ സെക്കൻഡ്സ് ആൻസർ കിട്ടും. എന്ത് ആൻസർ വേണോ വിത്തിൻ സെക്കൻഡ്സ്. അപ്പോൾ നമ്മളും അത് മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ ഹൈലി സെൻസിറ്റീവാണ്, അത്രയും സെൻസിറ്റീവായ കുട്ടികളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഓക്കെ, അവരോട് ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തത് മൾട്ടി മോഡലാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല ഡിവൈസസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ നമുക്ക് പഠിപ്പിക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ കാണുക, കേൾക്കുക, പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആസ്പെക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, വിവിധ തരത്തിലുള്ള എക്ലറ്റിക് ടെൻഡൻസീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് മാക്സിമം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയുമായിരുന്നു ഇൻഷാല്ലാഹ് എൻ്റെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ പരിമിതമായ സമയം ആയതുകൊണ്ട് ഞാൻ അല്പം ഫാസ്റ്റായിട്ടാണ് പോയത്. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കാം. ഇത്രയും നേരം എന്നോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പോയിന്റോട് റിജക്റ്റ് ചെയ്യാം. മദ്രസയിൽ തുച്ഛമായ സമയപരിമിതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെല്ലാം വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ 5 വർഷത്തെ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ അനുഭവിച്ച ഒരു കാര്യം മാത്രമാണിത്. നമ്മൾ മുന്നിട്ടിറങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായി ആളുണ്ടാവും. അതുകൊണ്ട് വളരെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കൃത്യമായി നമ്മുടെ മക്കളെ ഗൈഡ് ചെയ്യാൻ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ദീനി പ്രബോധനത്തിൻ്റെ മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും. സോ നമ്മൾ അപ്ഡേറ്റഡ് ആകണം, എപ്പോഴും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും എല്ലാവരും വിജയികൾ ഉൾപ്പെടുത്തിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കും. അൽഹംദുലില്ലാഹ്, വളരെ പ്രധാനമായ ക്ലാസ് നമുക്ക് വേണ്ടി നടത്തിയ ബഹുമാനായ വിനീത് മന്നാനി ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വിനീത് മന്നാനി ഞാൻ പറയാതെ തന്നെ നമുക്ക് ഏവർക്കും അറിയും. നമ്മുടെ മേഖലയിൽ കുറഞ്ഞ നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നേരം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മുടെ മേഖലയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് അവരുടെ വളരെ ആദരവോടും ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ വിനീത് മന്നാനിയും ക്ഷണിക്കുന്നു.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമുക്ക് പ്രചോദനം നൽകിയ എൻ്റെ നാട്ടുകാരനും ബന്ധുവും സ്നേഹിതനും അദ്ദേഹത്തിൻ്റെ മാടമ്പുഴ നേരത്തെ ഇസ്ലാമിൻ്റെ പിൻഗാമിയും എൻ്റെ മുൻഗാമിയും കൂടിയായ ബഹുമാനപ്പെട്ട ജുനൈദ് മന്നാനി അവർക്ക് 1000 ആശംസകൾ നേരുകയാണ്.